യേശുക്രിസ്തുവിൽ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു വാത്സല്യ സഹോദരൻ, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിൽ ഒരു സഭയുടെ ആത്മീക ശുശ്രൂഷയിൽ ആയിരിക്കുകയാണ്. പാസ്റ്റർ ബൈജു സാബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു പെന്തക്കോസ്ത് സഭ ശുശ്രൂഷകനായി അദ്ദേഹം സേവനം ചെയ്യുന്നെങ്കിലും വളരെ മാതൃകയോടുകൂടെ കർത്താവിന്റെ പേരിൽ ആയിരിക്കുന്ന ഒരു വാത്സല്യ സഹോദരനാണ്. അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് എന്നെ നേരിൽ കണ്ട് പരിചയപ്പെടാനും ആശയവിനിമയം ചെയ്യുവാനും ഞങ്ങളുടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. വളരെ വിവേകമതിയായ മാതൃകയുള്ള ഒരു നല്ല ആത്മീയ സഹോദരനായും ശുശ്രൂഷകനായും അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു നല്ല ഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രിയപ്പെട്ട സഹോദരൻ താൻ നിൽക്കുന്ന സമൂഹത്തിലെ തന്നെ വചനവിരുദ്ധമായ ഒരുപാട് നിലപാടുകളെ വളരെ സഭ്യമായ നിലയിൽ വിമർശിക്കുന്നയാളാണ്. എങ്കിലും ഞങ്ങൾ തമ്മിൽ ഉപദേശപരമായ ചില ഏരിയകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എഗ്രി ടു ഡിസഗ്രി ഇൻ ലവ്, അതായത് ദൈവ സ്നേഹത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ വിഷയങ്ങളെ ഗ്രഹിക്കുക എന്നുള്ള നിലയിൽ ആണ് ഞങ്ങൾ സാധാരണയായി കാര്യങ്ങൾ ഏർപ്പെടുന്നത്. അഭിപ്രായ വ്യത്യാസം ഉള്ള മണ്ഡലങ്ങളിൽ വളരെ ഗൗരവതരമാകുന്ന ഹൃദയത്തിന്റെ മുറിവുകൾ ഏൽക്കാൻ ആവശ്യമില്ലാത്ത നിലയിൽ വിഷയങ്ങളെ ദൈവസ്നേഹത്തിൽ അന്യോന്യം ചൂണ്ടിക്കാണിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ടൈം ലൈനിൽ അദ്ദേഹം വളരെ വിചിത്രമാകുന്ന ഒരു വിചിന്തനീയം എഴുതിയിരുന്നു. വിചിത്രം വിചിന്തനീയം എന്നാണ് അതിന്റെ ഹെഡിങ്. ആ വിചിത്രമാകുന്ന വിചിന്തനീയത്തിൽ യൂട്യൂബിലെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോകളുടെയും വ്യൂവേഴ്സ് അത് ആരൊക്കെയാണെന്ന് അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. വളരെ രസാവഹമായിട്ട് എനിക്ക് തോന്നി. ഇതിനു മുമ്പ് എന്റെ ഹൃദയത്തിലും പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ആശയമാണ്. ഞാൻ അതേക്കുറിച്ചൊരു വിശകലനം ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ തയ്യാറാകുമ്പോൾ ഞാൻ തന്നെ ധാരാളം വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടൊരു പക്ഷെങ്കിൽ എന്റെ വീഡിയോയുടെ പ്രേക്ഷകരായ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളതിൽ ഞാൻ ഒരു പരിഭവം പറയുന്നു എന്ന് മറ്റുള്ള ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയാണ് ഞാൻ വാസ്തവത്തിൽ അത് പറയാതിരുന്നത്. എന്നാൽ ഞാൻ പറയാതിരുന്ന സ്ഥാനത്ത് പ്രിയപ്പെട്ട പാസ്റ്റർ ബൈജു സാബ് അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ്. വളരെ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അത് ഞാൻ നിങ്ങളെ ഒന്ന് 1 by 1 ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അതിന്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഞാൻ പറയാം. ഈ ഫേസ്ബുക്കിലെ സാധാരണ വിശ്വാസികളായ ചില ആളുകൾ, ചില ശുശ്രൂഷകന്മാർ അവരെ എഴുതിയിടുന്ന തമാശ പോലെ തോന്നുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബിൽ അവർ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾക്ക് ലഭിച്ചിട്ടുള്ള വ്യൂവേഴ്സിന്റെ എണ്ണം ഏകദേശമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പൊ നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ മിക്കവാറും ഒക്കെ വായിച്ചിട്ടുണ്ടാവും, നിനക്ക് ഒരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിന്തിക്കുന്ന പോലെ അല്ല. നിന്റെ ജീവിത ദശസന്ധിയൊക്കെ മാറാൻ പോവുകയാണ്. നിനക്കൊരു ഭാവി ദൈവം വെച്ചിട്ടുണ്ട്. ആ ഭാവി നീ അനുഭവിക്കാനായിട്ട് പോവുകയാണ്. 35,000 വ്യൂവേഴ്സ് ഈ നിനക്കൊരു ഭാവിയുണ്ട് എന്ന് പറയുന്ന ആ റൈറ്റപ്പിന്റെ അല്ലെങ്കിൽ ആ വീഡിയോയുടെ അടിയിൽ വ്യൂവേഴ്സായി യൂട്യൂബിലുണ്ട്. ഇത് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതാണ്. 2,
നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് ദൈവം നിന്നെ മാനിക്കും. നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് ദൈവം നിന്നെ മാനിക്കും. ഇന്നത്തെ ആധുനിക കാലത്തെ ശുശ്രൂഷകന്മാരായ ആളുകൾ കർത്താവിന്റെ വചനം, അതായത് രക്ഷയുടെ സന്തോഷം, വിശുദ്ധ ജീവിതം, ആത്മീയമായിരിക്കുന്ന ലക്ഷ്യം, കർത്താവിന് വേണ്ടിയുള്ള സമർപ്പണം, പാപത്തെക്കുറിച്ചുള്ള അവബോധം, ഇവയൊക്കെ ജനത്തിന്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകത്തക്കവണ്ണം വചനം ശുശ്രൂഷിക്കേണ്ട പകരം അടിച്ചുവിടുന്ന ചില ആശയങ്ങളാണ്. അതിൽ രണ്ടാമത്തെ ആശയമാണ്, നീ നിന്ദിക്കപ്പെട്ട ഇടത്ത് ദൈവം നിന്നെ മാനിക്കും. 75,000 വ്യൂവേഴ്സ്. നീ നിന്ദിക്കപ്പെട്ട ഒരുപാട് ഇടങ്ങൾ കാണും, അവിടെ ദൈവം നിന്നെ മാനിക്കും. നെസസറിലി നോട്ട് സോ, അങ്ങനെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നിന്ദിക്കപ്പെട്ട എത്രയോ സ്ഥലങ്ങളിൽ നാം മാനിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അത് വിഷയം. അടുത്തത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്തും. 86,000 പ്രേക്ഷകർ. ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്തും. 86,000 പ്രേക്ഷകർ. ഇനി അടുത്തത്, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നീ ആദരിക്കപ്പെടാൻ പോകുന്നു. നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ നീ ആദരിക്കപ്പെടുവാൻ പോകുന്നു. 70,000 വ്യൂവേഴ്സ്. അപ്പൊ നിന്നെ ഒറ്റപ്പെടുത്തിയ സ്ഥാനത്ത് നീ ആദരിക്കപ്പെടാൻ പോവുകയാണ് എന്നുള്ള ഭാഗം ആ മെസ്സേജ് കൊടുത്തിരിക്കുന്ന 70,000 വ്യൂവേഴ്സ് കണ്ടിരിക്കുന്നു. അടുത്തത് വേറൊരു കമന്റ് വരുന്നു, നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. 44,000 വ്യൂവേഴ്സ്. നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും. ഇനി അടുത്ത വേറൊരു പ്രവചനം, ചില നന്മയുടെ വഴി നിന്റെ ജീവിതത്തിൽ നിനക്ക് തുറക്കാൻ പോവുകയാണ്. 65,000 വ്യൂവേഴ്സ്. ഇനി അടുത്ത, നിനക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതി തകർക്കപ്പെടാൻ പോകുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ദൈവവേദന ഈ ഭൂമിയിൽ യഥാർത്ഥ ഭക്തനായി ജീവിക്കുന്ന കാലം മുഴുവനും അവനെതിരെ ശക്തമാകുന്ന ശത്രുതയും എതിർപ്പും ഉണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നു, നിനക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതി തകർക്കപ്പെടുവാൻ പോവുകയാണ്. 77,000 വ്യൂവേഴ്സ്. അടുത്ത വേറെ രസകരമായ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്, നിന്റെ ബന്ധുവീട്ടിൽ നീ അപമാനിതനായോ, നിന്റെ അവസ്ഥയെ ദൈവം മാറ്റി മറിക്കും. നിന്റെ ബന്ധുവീട്ടിൽ നീ അപമാനിതനായോ, നിന്റെ അവസ്ഥയെ ദൈവം മാറ്റിമറിക്കും. 90,000 വ്യൂവേഴ്സ്. അപ്പൊ ഇത്രയും വ്യൂവേഴ്സ് നോക്കണം. ഈ പറയപ്പെട്ട കാര്യം ഒന്ന്, നിനക്കൊരു ഭാവിയുണ്ട്. 35,000 വ്യൂവേഴ്സ്. നിന്ദിക്കപ്പെട്ട ഇടത്ത് നീ മാനിക്കപ്പെടാൻ പോകുന്നു. 75,000 വ്യൂവേഴ്സ്. ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്റെ തല ഉയർത്തും. 86,000 വ്യൂവേഴ്സ്. ഒറ്റപ്പെടുത്തിയവരുടെ തലയിൽ നീ ആദരിക്കപ്പെടും. 70,000 വ്യൂവേഴ്സ്. ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടും. 44,000 വ്യൂവേഴ്സ്. ചില നന്മയുടെ വഴി തുറക്കാൻ പോവുകയാണ്. 65,000 വ്യൂവേഴ്സ്. നിനക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതി തകർക്കപ്പെടാൻ പോവുകയാണ്. 77,000 വ്യൂവേഴ്സ്. ബന്ധുവീട്ടിൽ നീ അപമാനിതനായോ, നിന്റെ അവസ്ഥയെ ദൈവം മാറ്റിമറിക്കും. 90,000 വ്യൂവേഴ്സ്. എന്നാൽ അദ്ദേഹം ഇരിക്കുന്ന മറ്റൊരു രസകരമായ വിഷയം, അതിന്റെ മറുഭാഗത്ത് അദ്ദേഹം വേറെ വിശകലനം ചെയ്തു. അതായത് ദൈവം നൽകിയ രക്ഷ എത്രയോ മഹത്തരം. ഒരു മെസ്സേജാണ്, അതിന് കേവലം 500 പ്രേക്ഷകർ മാത്രം. ദൈവം നൽകിയ രക്ഷ എത്രയോ മഹത്തരം, 500 പ്രേക്ഷകർ മാത്രം. ദൈവത്തിന്റെ സവിശേഷത എന്തൊക്കെയാണ്? വെറും 700 പ്രേക്ഷകർ. വിശുദ്ധ ജീവിതം, ക്രിസ്തീയ വിശ്വാസിയും വിശുദ്ധ ജീവിതവും കേവലം 200 പ്രേക്ഷകർ മാത്രം. വിജയകരമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ ഒരു ദൈവവേദന നയിക്കാൻ കഴിയും? 1000 വ്യൂവേഴ്സ്. പത്രോസിന്റെ 1-ാം ലേഖനം കേവലം 199 വ്യൂവേഴ്സ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്റെ വീഡിയോ തന്നെ ആയിരിക്കണം അതിന് ഈ വ്യൂവേഴ്സിന്റെ എണ്ണം എടുക്കാൻ വേണ്ടി ചികഞ്ഞെടുത്തെന്ന് തോന്നുന്നു. റോമാലേഖന പഠനം 150 വ്യൂവേഴ്സ്. നീതീകരണം, വിശുദ്ധീകരണം 350 വ്യൂവേഴ്സ്. നിന്നെപ്പോൾ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം 125 വ്യൂവേഴ്സ്. ക്രിസ്തുവിൽ എങ്ങനെയാണ് ഒരു ദൈവവേദന വളർച്ച പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയ വളർച്ച 450 വ്യൂവേഴ്സ്. നന്മ ചെയ്യുന്നതിൽ മടി കാണിക്കരുത് 155 വ്യൂവേഴ്സ്. നിന്റെ സഹോദരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം 179 വ്യൂവേഴ്സ്. ഇതാണ് ഇന്നത്തെ യഥാർത്ഥമായിരിക്കുന്ന ആത്മീക ലോകത്തിന്റെ അവസ്ഥ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യന് പാപബോധം ഉളവാക്കുന്നതോ ഒരുവനെ കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മീകമായി ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നതോ അവന് ഭാഗ്യകരമാകുന്ന ഒരു പ്രത്യാശ, അതായത് നിത്യതയോട് വെളിച്ചത്തിൽ ഒരു വിശ്വാസി തന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയോ, ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ പാപം വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിൽ
അത് എപ്രകാരം ദൈവസനിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്രാപിച്ച് വിശ്വസ്തനും വിശുദ്ധനുമായി ജീവിക്കാൻ കഴിയുമോ? ഈ വക യാതൊരു വിഷയങ്ങളും സംസാരിക്കുന്നതിൽ ആർക്കും കേൾക്കാൻ ഇഷ്ടമില്ല. ഇപ്പോഴാണ് 1901 വീഡിയോ, 2000 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 100 വീഡിയോകൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പഴയ വീഡിയോകളാണ്. എന്നാൽ 1901 വീഡിയോ ഇന്നലെ വരെ ഉള്ളത് എന്റെ യൂട്യൂബിലുണ്ട്. കേവലം 1040 സബ്സ്ക്രൈബേഴ്സ് അതിനുള്ളൂ. സാധാരണ ആരും സബ്സ്ക്രൈബും ചെയ്യാറില്ല. പിന്നെ മറ്റൊരു വിഷയം, ഒരു വീഡിയോ മാക്സിമം കാണുന്നത് 50 പേര്, 40 പേര്, 85 പേര്, 19 പേര്, 16 പേരെയൊക്കെ. എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് മനസ്സിലായത്. അതായത് ഞാൻ നിന്നെ വാലല്ല തലയാക്കും എന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ അത് 80,000 കവിയുമായിരുന്നു. അതുപോലെ മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന ഏതെങ്കിലും സബ്ജക്റ്റാണ് ഞാൻ സംസാരിച്ചതെങ്കിൽ അത് 1,00,000 അതിനപ്പുറമോ കവിയുമായിരുന്നു. മനുഷ്യന് മഹത്വം നേടുന്ന ഏതെങ്കിലും നിലയുള്ള വിഷയങ്ങളാണ് സംസാരിച്ചതെങ്കിൽ അത് വൈറലായി മാറ്റപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ എല്ലാ സബ്ജക്റ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് വളരെ വ്യക്തതയോടെ ദൈവവചനം പഠിച്ച് വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ആ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഉപദേശ സംബന്ധിയായ ഒട്ടുമിക്ക വിഷയങ്ങളും പരിശുദ്ധാത്മ തത്വശാസ്ത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, മനുഷ്യത്വം, ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷത, ആത്മീയ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വസ്തുത ഞാൻ മനസ്സിലാക്കുന്നു, പാസ്റ്റർ ബൈജു സാം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 101% കറക്റ്റ് ആണ്. അതായത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈസ് നോട്ട് ടുവേർഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തോടുള്ള ജനത്തിന് താല്പര്യം എല്ലാം കാക്കാത്തിമാര് അടയാളങ്ങളും ദർശനങ്ങളും പറയുന്ന പോലെ ഒക്കെ പറയുന്ന പൊട്ട പ്രവചനങ്ങളും അതുപോലെ നന്മയുടെ വശങ്ങളെക്കുറിച്ച് പറയുന്ന കഥനങ്ങളും മാത്രമാണ് ജനത്തിന് ഇഷ്ടം. എത്രമാത്രം ദൈവജനം ദൈവവചനത്തോടുള്ള അവരുടെ താല്പര്യവും അഭിരുചിയും നഷ്ടമാക്കി കളഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ് പാസ്റ്റർ ബൈജു സാം അവതരിപ്പിച്ചിരിക്കുന്ന ഈ അനാലൈസിസ്. അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. സ്ത്രീകളുടെ വസ്ത്രധാരണം, അവരുടെ ചുരിദാറ്, അവരുടെ ടോപ്പ്, അവരുടെ ബട്ടക്സ്, പിന്നെ അവരുടെ കാതിപ്പൂ, കമ്മല് ഇത്യാദി വിഷയങ്ങൾ പറയുന്ന വീഡിയോയ്ക്ക് 12, 1.5 ലക്ഷം, 2.5 ലക്ഷം, 3.5 ലക്ഷം, 5 ലക്ഷം വരെയുള്ള വ്യൂവേഴ്സ് ഉണ്ട്. അതുപോലെ ഈ അത്ഭുതകരമായ രോഗശാന്തിക്ക് ഒരുവനെ എടുത്തുകൊണ്ട് വന്ന് നിമിഷം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള സൗഖ്യത്തിന്റെ ശക്തി അവനിലേക്ക് വ്യാപരിക്കുന്ന കാഴ്ച കണ്ടോ എന്ന് പറയുന്നിടത്ത് അവിടെ 1.5 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് വേറെ ഞാൻ നിന്നെ 5 കോണ്ടിനെന്റ് കിടത്തി 7 മഹാസമുദ്രത്തിന്റെ അപ്പുറത്തേക്ക് വിടാൻ പോവുകയാണ് എന്ന് പറയുന്ന സന്ദേശം കേൾക്കുന്നിടത്ത് 4 ലക്ഷം വ്യൂവേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ നിന്നെ വാലല്ല തലയാക്കാൻ പോവുകയാണ്, നിന്റെ നേരെയുള്ള എല്ലാ ശത്രുക്കളുടെയും തലമണ്ട ഞാൻ അടിച്ചു കയറാൻ പോവുകയാണ്, നിനക്ക് വിരോധമായി പ്രയോഗിക്കുന്ന അമ്പുകളെല്ലാം ഞാൻ മടക്കാൻ പോവുകയാണ്, 3 ലക്ഷം വ്യൂവേഴ്സ്. എന്നാൽ ശാന്തമായി ഇരുന്ന് ദൈവവചനം പറയുന്ന എന്നെ പോലെയുള്ള പാവപ്പെട്ട ദൈവദാസന്മാർ കണ്ഠക്ഷോഭം ചെയ്യുന്ന ദൈവവചനം കേൾക്കാൻ 25 പേര്, 40 പേര്, ഏറിയാൽ 100 പേര് വലുണ്ട്. ഇനി ഞാൻ തന്നെ ചെയ്തിട്ടുള്ള പറയാം, വിവാദ വിഷയങ്ങളായ വിമർശന വിഷയങ്ങളെ ചെയ്താൽ അത് 3000, 4000, 7000 ഒക്കെ പോയിട്ടുണ്ട്. സംവാദങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് കണക്കില്ലാതെ ആളുകൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കും. ഞാൻ ഈ പറഞ്ഞു വന്നൊരു സാരം നാം വന്നു തിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ കാലഘട്ടമാണ്. അതായത് നോഹയുടെ കാലം പോലെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് വളരെ സത്യസന്ധമാണ്. ആ ഒരു നിലയിലുള്ള ഒരു ആത്മീയ അധപ്പതനത്തിലേക്ക് ക്രൈസ്തവ ലോകം അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിലയുള്ള യാതൊന്നിനും ഇവിടെ നയാ പൈസയുടെ വിലയില്ല. ദൈവം വില മതിച്ചിട്ടുള്ളവർക്കും ഇവിടെ 0 വിലയേ ഉള്ളൂ. എന്നാൽ വിലയില്ലാത്തതിനും വിലയില്ലാത്തവർക്കും ഇവിടെ പൊള്ളുന്ന വിലയാണ്. അതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മളെ കാണുന്നതൊക്കെ. കർണരസമാകുമാറ് ഫലിതങ്ങളുമൊക്കെ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കത്തക്ക നിലയിലുള്ള സന്ദേശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് 75,000
1 ലക്ഷവും 1.5 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ആളുകൾ കാണും. എന്നാൽ കറയില്ലാത്ത ദൈവത്തിന്റെ വചനം അവതരിപ്പിച്ചാൽ 4 പേർക്ക് പോലും അത് വേണ്ട. ഈ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. നമ്മുടെ ആത്മീയതയും നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടും ദർശനവും എത്ര ബഹുദൂരം ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ളതിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമില്ല. വളരെ ദുഃഖകരമാണ്. ഞാൻ എന്നാല് എന്റെ ഈ വീഡിയോ ഞാൻ കാണാത്തതിന് ആരെയും കുറ്റം പറയാൻ വേണ്ടി അല്ല ഞാൻ ഈ പറയുന്നത്. പാസ്റ്റർ ബൈജു സാമിന്റെ അനാലിസിസ് വളരെ കറക്റ്റാണ് പറയാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പൊ അത് കാലം അങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാം നാണയ കൊതിയായി, ആദായ സൂത്രമാർഗമായി, എങ്ങനെയെങ്കിലും പേരും പ്രശസ്തിയും സമ്പാദിക്കണം എന്നുള്ളതായി. അതിനുവേണ്ടി ഏത് ഹീനമായ മാർഗം സ്വീകരിക്കുകയും ദൈവവചനത്തിന്റെ ഉപദേശ സത്യങ്ങളെ പുല്ലുവില കൽപ്പിച്ച് മനുഷ്യൻ അധപ്പതിക്കുകയും ചെയ്തിരിക്കുന്നു. വാസ്തവത്തിൽ ക്രിസ്തീയ വീക്ഷണം ഇതുപോലെ അധപ്പതിച്ചു പോയൊരു കാലഘട്ടം ദൈവസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി ഒരു മടങ്ങിവരവിന് സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നതും ഇല്ല. ഏതായാലും ഈ അനാലൈസിസ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയാൻ തീരുമാനിച്ചത് മാത്രമേ ഉള്ളൂ. ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ ദൈവകൃപയുള്ളവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.